അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ദുറൂസിലെ 5ാമത്തെ ചാപ്റ്ററായ അന ആതീക ബിഹി, അതായത് ഈ എക്സാമിന് നമുക്ക് വരുന്ന അവസാനത്തെ പാഠം. ഈ 5 പാഠാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ അതിൽ 5ാമത്തെ പാഠാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും പുസ്തകത്തേക്ക് നോക്കട്ടോ. അന ആതീക ബിഹി, അതായത് അന എന്ന് പറഞ്ഞാല് ഞാന്, ആത്തീ എന്ന് പറഞ്ഞാൽ എന്താവാം, വരാം, നിങ്ങളുടെ അടുക്കലേക്ക് വരാം, ബിഹി അതുകൊണ്ട്. അപ്പൊ അന ആതീക ബിഹി, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം. അപ്പൊ എന്തോ ഒരു സാധനം കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരാം. ആ രൂപത്തിലാണ് ഒരു സാധനം ഒരു മഹാന്റെ അടുക്കലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ, അഥവാ ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു കഥയാണ് ഈ പാഠത്തിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പാഠം ശ്രദ്ധിക്കട്ടോ. നോക്കാം. സുലൈമാൻ നബി അലൈഹിസ്സലാം യമനിലെ സബ ഭരിച്ചിരുന്ന ബിൽക്കീസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അതായത് സബ എന്ന പ്രദേശം ഭരിച്ചിരുന്ന ബിൽക്കീസ് രാജ്ഞി, അതായത് ബൽക്കീസ് രാജ്ഞി, അദ്ദേഹത്തെ എന്തായി, ഇസ്ലാമിലേക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുത്തയച്ചു. ബൽക്കീസ് രാജ്ഞി ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്ത് കൊടുത്തയച്ചു. ക്ഷണം സ്വീകരിച്ച രാജ്ഞിയും പരിവാരങ്ങളും സുലൈമാൻ നബിയുടെ ഭരണ ആസ്ഥാനമായ ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. അപ്പൊ സുലൈമാൻ നബി ഭരിക്കണ ജെറുസലേമിലേക്ക് എന്തായി, ഈ കത്ത് കിട്ടിയ ഉടനെ ബൽക്കീസ് രാജ്ഞിയും അദ്ദേഹം മഹദിയുടെ ആ രാജ്ഞിയുടെ അനുയായികളും കൂടെ പരിവാരങ്ങളൊക്കെ പാടെന്തായി, സുലൈമാൻ നബിന്റെ ജെറുസലേം എന്നുള്ള കൊട്ടാരത്തേക്ക് വരാൻ തുടങ്ങി. എല്ലാരും കൂടെ പുറപ്പെട്ടു. വിവരം ലഭിച്ച സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളും മനുഷ്യരും അടങ്ങിയ തന്റെ രാജസദസ്സിൽ ചോദിച്ചു, അഥവാ തന്റെ രാജസദസ്സിൽപ്പെട്ട മനുഷ്യരും ജിന്നുകളൊക്കെ വിളിച്ചുകൂട്ടിങ്ങാണ്ട് സുലൈമാൻ നബി മീറ്റിംഗ് തുടങ്ങി. എന്നിട്ട് അവിടുന്ന് ചോദിച്ചാണ്, രാജ്ഞിയും പരിവാരങ്ങളും എത്തുന്നതിന് മുമ്പ് അവരുടെ കൊട്ടാരത്തിലെ സിംഹാസനം എന്റെ മുമ്പിൽ എത്തിക്കാൻ നിങ്ങളിൽ ആർക്കാണ് സാധിക്കുക? അഥവാ ബൽക്കീസ് രാജ്ഞി സബ എന്നുള്ള സ്ഥലത്ത് നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടല്ലോ. ഉദാഹരണത്തിന് പാലക്കാട് നിന്ന് മലപ്പുറത്തേക്ക് പോന്നിക്കണെന്ന് കരുതുക. ആ പാലക്കാട് നിന്ന് മലപ്പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് ആർക്കാണ് ആ സിംഹാസനം ഇവിടെ എത്തിക്കാൻ പറ്റിയാന്ന്, അതായത് സബ എന്നുള്ള പ്രദേശത്ത് രാജ്ഞി ജെറുസലേമിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ആ സിംഹാസനം ആരാണ് ഇവിടെ എത്തിക്കുക എന്നാണ് സുലൈമാൻ നബി ചോദിച്ചത്. അപ്പൊ ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് പറഞ്ഞു. ഇഫ്രീത്ത് എന്ന പേരുള്ള ജിന്ന് നീച്ചെന്നുകാണ്ട് പറയാണ്, അങ്ങ് ഈ സദസ്സ് വിട്ടു പിരിയുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം. ഒപ്പൊ ജിന്നാളി മനുഷ്യന്മാരൊക്കെ കുറിച്ച് മീറ്റിംഗ് കൂടിക്കാണല്ലോ, ബൽക്കീസ് രാജ്ഞി വരുന്നുണ്ട് പറഞ്ഞാണ്ട്. ആ സദസ് എന്നാണല്ലോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിക്കണത്. അപ്പൊ ഇഫ്രീത്ത് എന്ന് പറഞ്ഞ ജിന്ന് പറയാണ്, അങ്ങ് ഈ സദസ്സ് എപ്പോഴാണോ പിരിയണത് അതിന്റെ മുമ്പായിട്ട് ഞാൻ എന്താവാ ആ സിംഹാസനം ഇവിടേക്ക് എത്തിച്ചേരാന്ന്. അപ്പോൾ കിതാബിയായ അറിവുള്ള ഒരു മഹാൻ പറഞ്ഞു. അപ്പൊ ഇഫ്രീത്ത് എന്നുള്ള ജിന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ. ഇപ്പൊ കിതാബിയായിട്ട് നല്ല അറിവുള്ള ഒരു മഹാൻ നീച്ചെന്ന് പറയാണ്, ആന ആതീക ബിഹി, ഞാൻ എന്താവാ ഇങ്ങോട്ട് എത്തിച്ചേരാ, നിങ്ങൾക്ക് കൊടുന്നു തരാ. കബല അൻ യർത്തദ്ദ ഇലൈക തൊർഫുക, എത്ര സമയം കൊണ്ടെന്നാ പറഞ്ഞേ, കബല അൻ യർത്തദ്ദ ഇലൈക തൊർഫുക, അങ്ങയുടെ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ എന്താവാം അത് ഇവിടെ എത്തിക്കാം. അപ്പൊ സുലൈമാൻ നബി കണ്ണൊന്ന് അടച്ചു തുറക്കണ സമയം, നമ്മളെ കണ്ണൊന്നും ചിമ്പി നോക്കി, ഒന്ന് അടച്ചു തുറക്കാൻ എത്ര ടൈമാണ്, സെക്കൻഡുകൾ പോരെ, ആ ടൈം കൊണ്ട് എത്തിക്കാന്ന് എന്താവാണ് ആ കിതാബിയായ പണ്ഡിതന് പറയാണ്. അപ്രകാരം തന്നെ എന്താവും ചെയ്തു, അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അഥവാ സുലൈമാൻ നബി കണ്ണ് തുറന്ന് അടച്ചു തുറക്കുന്നതിന് മുമ്പ് തന്നെ എന്തായി, അദ്ദേഹം ആ സിംഹാസനം ഇവിടെ എത്തിച്ചു. ഇനി ബാക്കി നോക്കി, കാറ്റിനെ വാഹനമാക്കി യാത്ര ചെയ്യുക ഉൾപ്പെടെ നിരവധി മൂജിസത്തുകൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളിലും കറാമത്തുകൾ നൽകപ്പെട്ട ഔലിയാ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം. അഥവാ ഈ സംഭവം സുലൈമാൻ നബിന്റെ കറാമത്താണോ? അല്ല, സുലൈമാൻ നബിന്റെ ഒരു അനുയായിന്റെ കറാമത്താണ്. അപ്പൊ അള്ളാഹിന്റെ ഒരുപാട് കറാമത്തുകൾ ലഭിച്ച സുലൈമാൻ നബിന്റെ അനുയായികളിലും കറാമത്തുകളുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിനൊരു സംഭവമാണ് പറയപ്പെട്ടത്. ഇനി ആരാണ് ഔലിയാക്കള്, കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയാൻ പോണത്. ഇതൊക്കെ നിങ്ങൾ 5ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടെന്ന് എന്നാലും ശ്രദ്ധിക്കട്ടോ. അള്ളാഹുവിനെയും അവന്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കള്.
അതുപോലെ തന്നെ കറാമത്ത് പറഞ്ഞാൽ എന്താണ്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങൾക്കാണ്, സംഭവങ്ങൾക്കാണ് എന്തെന്ന് പറയുന്നത്? കറാമത്ത് എന്ന് പറയുന്നത്. ഇതൊന്നും കൂടുതൽ വിശദീകരിച്ചതിന്റെ ആവശ്യമല്ല. കഴിഞ്ഞ വർഷം പഠിച്ച അതേ സാധനം തന്നെയാണ് ഇക്കൊല്ലം പറയണേ. ഇനി കറാമത്ത് എങ്ങനെയാണ് ഉണ്ടാവണേന്നാണ് പറയണേ. അള്ളാഹുവിന്റെ അടിമ ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ അധികരിപ്പിച്ച്, അഥവാ ഫർള് നിസ്കാരങ്ങൾക്ക് പുറമെ ഒരുപാട് സുന്നത്ത് നിസ്കരിച്ച, ദിക്റുകൾ ചെല്ലുക, എന്തൊക്കെ സുന്നത്തുണ്ട്, സുന്നത്തായ കാര്യങ്ങൾ, ചെരുപ്പിടുമ്പോൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ അധികരിപ്പിക്കുക. അങ്ങനെ അധികരിപ്പിച്ച് അവനോട് അടുക്കുമ്പോൾ, അതായത് അള്ളാഹുവിനോട് അടുക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുകയും, അപ്പൊ അങ്ങനെ അടുത്ത ആൾ അള്ളാഹു എന്താവും? ഇഷ്ടപ്പെടും. അവന്റെ അവയവങ്ങളിലൂടെ ഇലാഹിയായ അത്ഭുതങ്ങൾ ദൃശ്യമാവുകയും ചെയ്യും. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ അവയവങ്ങളിലൂടെ, ശരീരത്തിലൂടെ എന്താവും? ഇലാഹിയായ അത്ഭുതങ്ങൾ, അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ എന്താവും? ദൃശ്യമാവുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കറാമത്തായിട്ട് തോന്നുന്നത് ട്ടോ. ഒരു നബിയുടെ അനുയായികളിൽപ്പെട്ട ഔലിയായിൽ നിന്ന് പ്രകടമാകുന്ന കറാമത്തുകൾ ആ നബി സത്യവാൻ ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന മുഅ്ജിസത്ത് തന്നെയാണ്. അപ്പൊ സുലൈമാൻ നബിന്റെ അനുയായികളിൽ ഇങ്ങനത്തെ കറാമത്തുകൾ കണ്ടാൽ ആ നബി എന്താണ്? സത്യവാനായ നബിയാണ്. ഇപ്പൊ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മളെല്ലാവരും അല്ലേ? നമ്മുടെ മുൻകഴിഞ്ഞു പോയ എത്ര പണ്ഡിതന്മാരുടെ കറാമത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ നബി സത്യം തന്നെയാണ് എന്നാണ് ട്ടോ. അംബിയാഇന്റെ മുഅ്ജിസത്ത് പോലെ തന്നെ ഔലിയാഇന്റെ കറാമത്തുകളും വഫാത്തിന് ശേഷവും പ്രകടമാകുന്നതാണ്. അമ്പിയാക്കളും മുഅ്ജിസത്ത് പോലെ തന്നെ ഔലിയാക്കൾ മരണപ്പെട്ടാല് മരണപ്പെട്ട വഫാത്തിന് ശേഷം എന്താവും? കറാമത്തുകള് പ്രകടമാകുന്നതാണ്. അതായത് നമുക്ക് കാണാൻ പറ്റും ട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഹുജ്റത്തു ഷരീഫയുടെ ചാരത്ത് കൊണ്ടുവന്ന ശേഷം സ്വഹാബ പറഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജനാസ ഇങ്ങനെ ഹുജ്റത്തു ഷരീഫിന്റെ അടുത്ത് കൊടുന്നു വെച്ചിങ്ങാണ്ട് സ്വഹാബ പറയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാസാ അബൂബക്കരിൻ ബിൽ ബാബി. അള്ളാഹുവിന്റെ റസൂലെ, കവാടത്തിങ്കലുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്ന് എന്താവണം? സ്വഹാബാക്കളെ നബിനെ വിളിച്ചിങ്ങാണ്ട് പറയാണ്. അങ്ങനെ സ്വഹാബികൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായി? അപ്പോൾ ഹുജ്റത്തു ഷരീഫയുടെ വാതിൽ തുറക്കപ്പെട്ടതും ഖബർ ഷരീഫിൽ നിന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് എന്തായി? ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് മറുപടിയും ഉണ്ടായതും ഇതിന് ഉദാഹരണമാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജനാസ മയ്യത്ത് ഹുജ്റത്തു ഷരീഫിന്റെ അടുക്ക് വെച്ചിങ്ങാണ്ട് സ്വഹാബികൾ പറയാണ്, അള്ളാന്റെ റസൂലെ, കവാടത്തിങ്ങലുള്ളത് അബൂബക്കർ റളിയല്ലാഹു ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്തായി? കവാടം തുറന്നു. ഹുജ്റത്തു ഷരീഫയുടെ വാതില് തുറക്കപ്പെട്ടു ഓട്ടോമാറ്റിക് ആയിട്ട്. എന്നിട്ട് ആ ഖബർ ഷരീഫിൽ നിന്ന് പറയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂന്ന്. ഇതൊക്കെ എന്താണ്? മരണപ്പെട്ടതിന് ശേഷം സംഭവിച്ചതിന്റെ ഉദാഹരണങ്ങളാണ് ട്ടോ. എല്ലാ അത്ഭുതങ്ങളും കറാമത്തല്ല. അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നവരെല്ലാം വലിയും അല്ല. സിഹ്റിലൂടെയും മറ്റും അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ പലർക്കും സാധിക്കും. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന വ്യാജന്മാരുടെ ഷർറിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ ഒരുപാട് കറാമത്തുകളും അതുപോലെ തന്നെ അത്ഭുതങ്ങളൊന്നും അല്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ മാജിക് രൂപേണൊക്കെ കാണൂലേ? അപ്പൊ അതേമാതിരി സിഹിർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതിലൂടെ ഒക്കെ കാണാൻ പറ്റും. ഒന്നെന്തല്ല, കറാമത്തുകളല്ല. അപ്പൊ അങ്ങനത്തെ ഷെറിന് തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഉത്തരം എഴുതുക. ആരാണ് ഔലിയാ? അതായത് ഔലിയാക്കൾ എന്ന് പറഞ്ഞ ആരാണ്? അള്ളാഹുവിനെയും അവന്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കറാമത്ത് എന്നാൽ എന്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ്, വഫാത്തിന് ശേഷം ഉണ്ടായ കറാമത്തിന് ഉദാഹരണം ഇതാണ്. നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജനാസ ഹുജ്റത്തു ഷരീഫയുടെ ചാരത്ത് കൊണ്ടുവന്ന ശേഷം സ്വഹാബികൾ പറഞ്ഞില്ലേ,
അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലെ കവാടത്തിങ്കലുള്ളത് അബൂബക്കറാണെന്ന് പറഞ്ഞപ്പോ ഖബർ ഷരീഫിന്റെ വാതിൽ എന്തായി തുറന്നു വന്നതും എന്നിട്ട് അവിടുന്ന് പറഞ്ഞല്ലേ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ എന്താണ് വഫാത്തിന് ശേഷം ഉണ്ടായ കറാമത്തിന്റെ ഉദാഹരണമാണ് ട്ടോ. പുസ്തകത്തിൽ നോക്കി മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിയാലും കാണും ട്ടോ ഫുൾ ഉത്തരം. ഇനി അടുത്ത ചോദ്യമാണ് പൂരിപ്പിച്ച് ആശയം എഴുതുക. അദ്ഖുലു ഡാഷ് ഇലൽ ഹബീബ്. എന്താണ് അദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ അല്ലെ ഹബീബിന്റെ ഹബീബിലേക്ക് എന്താവൂ പ്രവേശിപ്പിക്കൂ. അടുത്തതാണ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക ത്വർഫുക. അങ്ങയുടെ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം. അടുത്ത പ്രവർത്തനമാണ് ഉസ്താദിനോട് അന്വേഷിക്കാം. ഫസ്റ്റ് ചോദ്യം എന്താണ്? ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്ന ആളുടെ പേര് എന്താണ്? എന്താണ് പേര്? ആസിഫ് ഇബ്നു ബർഇയാഹ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ശംസുൽ ഉലമ റഹിമഹുമുല്ലാഹയുടെ ഒരു കറാമത്ത് എഴുതാനാണല്ലേ. എന്താണ്? കേട്ടോളൂ കേട്ടോ. ഒരു കറാമത്ത് കടൽക്ഷോഭവും ശാന്തമാക്കിയ കറാമത്ത്. അപ്പൊ വളരെ കടൽക്ഷോഭം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വെള്ളപ്പൊക്കം ശാന്തമാക്കിയ ഒരു കറാമത്താണ് പറയാൻ പോണത് കേട്ടോ. ഒരിക്കൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി ഭാഗത്ത് ശക്തമായ കടലാക്രമണം ഉണ്ടായി. വലിയ തിരമാലകൾ അടിച്ചു കയറി തീരത്തുള്ള വീടുകളും തെങ്ങുകളുമെല്ലാം കടലെടുത്തു തുടങ്ങി. കടലിലെ തിരമാല വന്നിട്ട് വീടും തെങ്ങൊക്കെ നശിക്കാൻ തുടങ്ങി. തെങ്ങൊക്കെ മറിയാനും വീടുകളൊക്കെ പൊളിഞ്ഞു വീഴാനൊക്കെ തുടങ്ങി കേട്ടോ. ആളുകൾ ഭയന്ന് വിറച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് മഹാനായ ശംസുൽ ഉലമ അവിടെ എത്തുന്നത്. ജനങ്ങളുടെ പ്രയാസം കണ്ട അദ്ദേഹം നേരെ കടൽ തീരത്തേക്ക് നടന്നു. പ്രക്ഷുബ്ധമായി അലറിക്കൊണ്ടിരിക്കുന്ന കടലിന് മുന്നിൽ ചെന്നു നിന്ന് അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് മണലിൽ ഒരു വര വരച്ചു. എന്നിട്ട് കടലിനോട് ഇപ്രകാരം കൽപ്പിച്ചു. എന്താ കടലിനോട് പറഞ്ഞേ? നീ ഈ വരയ്ക്കിപ്പുറത്തേക്ക് കടക്കരുത് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ വലിയായ ശംസുൽ ഉലമ അത് പറഞ്ഞയുടനെ ഒരു അത്ഭുതം നടന്നു. എന്താ ഉണ്ടായ അത്ഭുതം നോക്കണ്ട നമുക്ക്. അതുവരെ അടിച്ചടിച്ചു കൊണ്ടിരുന്ന വലിയ തിരമാലകൾ അവർക്ക് മുന്നിലെത്തുമ്പോൾ ശാന്തമായി ഒതുങ്ങിപ്പോകാൻ തുടങ്ങി. കടൽക്ഷോഭം പൂർണ്ണമായി മാറി. ഇത് കണ്ടു നിന്ന് നാട്ടുകാരെല്ലാം അത്ഭുതപ്പെടുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ പ്രകൃതി പോലും അനുസരിക്കുമെന്നതിന് വലിയൊരു തെളിവായിരുന്നു ഈ സംഭവം. ഇങ്ങനെ ഒരുപാട് സമസ്തയുടെ നേതാക്കന്മാരെ കറാമത്തുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള മറ്റ് കറാമത്തുകൾ ഒരുപാടുണ്ടാവും. വിമാനയാത്ര തടസ്സപ്പെടുമെന്ന് മുൻകൂട്ടി പ്രവചിച്ച കറാമത്തുണ്ട്. ഓടുകൾ നനയാതെ മഴയെ മാറ്റി നിർത്തിയ കറാമത്തുണ്ട്. പ്രസംഗത്തിനിടെ കൺമുന്നിൽ വെള്ളപ്പൊക്കം കണ്ട കറാമത്ത്. അങ്ങനെ ഒരുപാട് കറാമത്തുകൾ ഉണ്ട്. നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കുക. സമസ്തയുടെ പണ്ഡിതന്മാരുടെ കറാമത്താൾ പറഞ്ഞു ചോദിച്ചാൽ മതി പാടെടുക്കുമ്പോൾ. അങ്ങനെ ഉസ്താദന്മാരെ കൊണ്ട് പഠിപ്പിച്ചാൽ മതിയിട്ട് ഒരുപാട് കറാമത്തുകൾ ഉണ്ട്. ഏതായാലും ഇനി ഈ പാടത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? യമനിലെ സബ ഭരിച്ചിരുന്ന രാജ്ഞിയുടെ പേര് എന്തായിരുന്നു? എന്താണ്? ബിൽക്കിസ് രാജ്ഞി അല്ലേ. സുലൈമാൻ നബിയുടെ ഭരണ ആസ്ഥാനം ഏതാണ്? ജെറുസലം. കാറ്റിനെ വാഹനമാക്കി യാത്ര ചെയ്തിരുന്ന നബി ആരായിരുന്നു? നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞല്ലോ. ആരാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫർളുകൾക്ക് പുറമെ എന്ത് അധികരിപ്പിക്കുമ്പോഴാണ് ഒരു അടിമ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നത്? എന്താണ്? സുന്നത്തുകൾ അല്ലേ. സുന്നത്തുകൾ കൂടി അധികരിപ്പിക്കുമ്പോഴാണ് ഒരു അടിമ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു അവന്റെ അവയവങ്ങളിലൂടെ എന്താണ് പ്രകടമാക്കുന്നത്? എന്താണ്? ഇലാഹിയായ അത്ഭുതങ്ങള്. ഒരു നബിയുടെ അനുയായികളായ ഔലിയാക്കളിൽ നിന്ന് പ്രകടമാകുന്ന അത്ഭുതങ്ങൾക്ക് എന്താണ് പറയുന്നത്? എന്താണ് പറയാ? കറാമത്തുകൾ. ഔലിയാക്കളുടെ കറാമത്തുകൾ യഥാർത്ഥത്തിൽ എന്തിനുള്ള തെളിവാണ്? ആ നബി സത്യവാനാണ് എന്നതിനുള്ള തെളിവാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നല്ല രീതിക്ക് പഠിക്കാൻ എക്സാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതോടുകൂടി ദുറൂസിലെ പരീക്ഷക്കുള്ള പാഠങ്ങളും കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് എക്സാമിന് മുമ്പ് ഇടണം. ക്ലാസ് മനസ്സിലായാൽ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.